നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ആൽവിൻ. തളിപ്പറമ്പ് വന്ന ഓർത്തോ കെയർ ക്ലിനിക്കിലെ ഓർത്തോപെഡിക് ഡോക്ടറാണ്. ACL സർജറിയിൽ പൊതുവായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംപ്ലാന്റ് ആണ് ബയോസ്ക്രൂ. ഈ ബയോസ്ക്രൂവിനെ കുറിച്ച് ഒരുപാട് സംശയങ്ങൾ ആൾക്കാരുടെ ഇടയിലുണ്ട്. അപ്പോൾ ബയോസ്ക്രൂ നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നത് ACLന്റെ ഗ്രാഫ്റ്റ് ബോണുമായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ചെയ്യുന്നതിന് നമ്മൾ അപ്പർച്ചർ ഫിക്സേഷൻ എന്നാണ് പറയുക. ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്ന ബയോസ്ക്രൂ തേർഡ് ജനറേഷൻ ബയോസ്ക്രൂ ആണ്. ഈ തേർഡ് ജനറേഷൻ ബയോസ്ക്രൂവിൽ 70% പോളി എൽ ഗ്ലൈക്കോളിക് ആസിഡും 30% ബീറ്റ TCP ട്രൈകാൽഷ്യം ഫോസ്ഫേറ്റുമാണ് അടങ്ങിയിരിക്കുന്നത്. ഈ ബയോസ്ക്രൂ ഒരു 18 to 24 മന്ത്സിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ സ്വന്തമായി അബ്സോർബ് ആയി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് വരുന്നൊരു സംശയമാണ്, അങ്ങനെ സ്വന്തമായി അബ്സോർബ് ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ഗ്രാഫ്റ്റ് നശിപ്പിക്കില്ലേ, അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ലൂസ് ആവില്ലേ, അത് പിന്നീട് പ്രശ്നമാവില്ലേ എന്ന്. അങ്ങനെയല്ല, അത് സ്വന്തമായി ഡിസോൾവ് ആകുന്ന സമയത്തോടൊപ്പം തന്നെ അതിലേക്ക് ബോൺ ഗ്രോത്തും അത് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ബോൺ ഗ്രോത്ത് എന്തുമാത്രം ഉണ്ടാകുന്നു അതിനനുസരിച്ച് ബയോസ്ക്രൂവും ഡിസോൾവ് ആയി പോകും. ഒരു 5 yearsന് ശേഷം എടുക്കുന്ന MRIയിൽ നമുക്ക് ഈ ബയോസ്ക്രൂ കാണാൻ സാധിക്കില്ല. അതാണ് ബയോസ്ക്രൂവിൻ്റെ അഡ്വാൻറ്റേജ്. താങ്ക് യു.